ഹായ്. അപ്പോൾ ഒരുപാടായി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇതെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നമ്മൾ കേട്ടില്ലേ മരുഭൂമിയിലൊക്കെ പൊന്നു വിളയിക്കുന്നു, അങ്ങനെ അടയ്ക്ക് ഇവിടെ വന്നതൊക്കെ കണ്ടേരം തോന്നിയത് കേട്ടില്ലേ? എന്നപ്പോൾ കേട്ടോളി കേട്ടോ. എനിക്കെന്താണെന്നറിയാം അങ്ങനെ തോന്നാൻ കാരണം, ഞാൻ എൻ്റെ പുരയിൽ എത്ര ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നറിയോ, ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒക്കെ 2 ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ നിൽക്കും, പിന്നെ എല്ലാം കൊഴിഞ്ഞ് വാടി ഇലയൊക്കെ തൊഴിഞ്ഞ് നാശാവും. ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ അറിയാണ്ടായി കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഇതൊക്കെ കണ്ടിരിക്കുക അത്ഭുതമായിപ്പോൾ. എൻ്റെ അമ്മ എത്ര ഒരു മുരിങ്ങക്കൊമ്പൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടെന്നറിയും. ഇവിടെ എത്രയും മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉള്ളത്, മുരിങ്ങക്കായും ഉണ്ട്. ഇത് മുന്തിരിയാട്ടോ. മുന്തിരിക്കായ് ഇട്ടിട്ടില്ല, മുന്തിരിൻ്റെ വള്ളി മാത്രമേ ഉള്ളൂ. ഈ പൂവിൻ്റെ പേരിക്കറിയില്ല, പക്ഷേ നല്ല രസമുള്ള പൂക്കൾ. ഇതാ ചെമ്പരത്തി പൂവ് കാണണം. ചെമ്പരത്തി പൂവൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ചെമ്പരത്തി പൂവൊക്കെ കാണാൻ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചെമ്പരത്തി പൂവൊക്കെ ഇവിടെ എത്ര ഉണ്ടായി കിടക്കുന്ന അറിയോ. ഈ പൂവും ചെമ്പരത്തി പൂവും ഇതൊന്നും നിങ്ങൾ കാണാത്തല്ല എനിക്കറിയാം, പക്ഷെ ദുബായിൽ വന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി കിടക്കുന്ന കണ്ട ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാമെന്ന് കരുതി, ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത്. ഇവിടെ ഇല്ലാത്ത എന്താ പറയുക, ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതാ കറിവേപ്പിൻ്റെലൊക്കെ എത്ര ഉണ്ടെന്ന് അറിയാം, ഇഷ്ടംമാതിരി. ഞാൻ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വന്ന് പറിക്കലാണ്. ഈ കൂട് ഇവിടെ ഇങ്ങനെ കാലിയായി കിടക്കലാണ്. ഇത് നമ്മൾ താമസിക്കുന്ന വീട്ടിലുള്ളതാട്ടോ, അത് പറയാൻ വിട്ടുപോയി. താമസിക്കുന്ന വീട്ടിലുള്ള ആ കൂട്ടിൽ ഇനി എന്തായാലും കോയിനേറ്റം വളർത്തണമെന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ചൂടൊക്കെ ഒന്ന് പോട്ടെ, നല്ല ചൂടാണ്. അപ്പോൾ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞിട്ട് കോയിനൊക്കെ വാങ്ങിയിടണമെന്ന് ഒരാഗ്രഹമുണ്ട്. ഇത് ഉറുമാനാണ്. ഉറുമാനെ നല്ലോണം കൈ പിടിച്ച് ഇങ്ങോട്ട് കാട്ടിത്തരാൻ പറ്റും, താഴത്തൊക്കെ ആക്കിങ്ങാൻ. പക്ഷേ അതിമേലൊരു കടന്നൽ കൂടുണ്ട്, അപ്പോൾ താത്തുന്ന പൂതി കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ അതിപ്പം കാണിച്ചു തരാത്തത്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഇവിടെ കുറച്ച് ചൂട് ഒരാഴ്ചയോളം ചൂട് കുറച്ച് കുറവാണ്. ഒമാനിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുജേറ ദിബ ഭാഗത്തൊക്കെ കുറച്ച് ചൂട് കുറവുണ്ട്. അതുകൊണ്ടാണ് പുറത്തിറങ്ങി ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മഗ്‌രിബിന് ശേഷമൊക്കെ ഇറങ്ങി ഞാൻ ഇതിനൊക്കെ വെള്ളം കൊടുക്കും കേട്ടോ. നന്നായിട്ട് നനച്ചെടുക്കും, നന്നായി ഉണങ്ങി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നനച്ചെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ വീഡിയോ പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ചൂട് കുറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതാണ്ട് കരിവേപ്പിൻ്റെലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് വന്നേരം കരിവേപ്പിൻ്റെല ഇവിടെ ഉള്ളതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെലൊക്കെ നാട്ടിൽ നിന്ന് നമ്മളടുത്ത വീട്ടിൽ പറിച്ച് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നൊക്കെ ഒരു ഇഷ്ടം മതി കരിവേപ്പിൻ്റെല, കർമൂസ്. അതൊന്നും നമ്മൾ കുഴിച്ചിട്ടല്ല കേട്ടോ. ഇവിടെ ഈ പൊരൻ്റെ ഓണർമാരായ ആൾക്കാർ അറബികളുടെയാണ് വീട്, അപ്പോൾ ഒരു കുഴിച്ചിട്ടാണ്. മൈലാഞ്ചി നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ അതാരോ കുഴിച്ചിടലുണ്ടോ, ചുരുക്കമാണ്, ഉണ്ടാവും. പക്ഷേ ചുരുക്കം അല്ല ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. നാരങ്ങ എത്ര ഉള്ളതെന്നറിയാം. ഞാൻ കൊയങ്ങി നാരങ്ങൻ കൊണ്ട്. അപ്പോൾ നാരങ്ങ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അച്ചാറിട്ട് വെച്ചിടും, ഉപ്പിലിട്ട് വെച്ചിടും, എന്നിട്ടും ബാക്കിയാണ്. ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ നാട്ടിലത്തെ മാതിരി ലൈമൊന്നും അടിച്ച് കുടിക്കാനുള്ളൊരു മൂഡ് ഇങ്ങോട്ട് കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കും, നാരങ്ങ കൊടുക്കും. ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ളതായി പോയി പിടിച്ചത്. അപ്പോൾ അത് തോന്നുണ്ടായി ഇനി അത് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് കാണിച്ചാൽ പിന്നെ ലോങ് വീഡിയോ ആക്കി എടുക്കാമെന്ന് കരുതി. നമ്മളിപ്പോൾ ഇവിടെ ഒക്കെ നനച്ചെടുത്ത് അവിടെ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട്. അപ്പോൾ അതിൽ കിളികൾ വരും നല്ലോണം. ഇവിടെ ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാം കിളികൾ വരും. ഒരു പൂച്ചയുണ്ട്. പൂച്ച നമ്മളെ വയ്യൊക്കെ ഇങ്ങനെ ഓടി കളിച്ച് നടന്നുകൊണ്ടിരിക്കും. പൂച്ചക്കും കിളികൾക്കൊക്കെ വെള്ളം കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെ വിശേഷം. അപ്പം അടുത്ത വിശേഷമായി വീണ്ടും കാണാം. ടാറ്റാ.